മഴക്കാലമായതോടുകൂടി നമ്മുടെ പകർച്ചവ്യാധികളും കൂടി വരികയാണ്. ഇപ്പോൾ ഷിഗല്ല എല്ലാ ജില്ലയിൽ എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരും വന്നെത്തിയിട്ടുണ്ട്. നിപ്പ വന്നിട്ടുണ്ട്. വല്ലാത്ത രീതിയിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ അത് പടരുന്നതായി കാണുന്നില്ല. ഡെങ്കി കാണുന്നു, ചിക്കൻ ഗുനിയ കാണുന്നുണ്ട്. കോളറ റിപ്പോർട്ട് ചെയ്തു, പക്ഷെ അത് കോളറ അല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനി 1000-ൽ ആളുകൾ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. മഴക്കാലമാകുന്നതോടുകൂടി ഇനി എലിപ്പനി അതുപോലുള്ള മറ്റുള്ള രോഗങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി നിയമസഭയുടെ അധികാരം കൈമാറിയതിന് ശേഷം ഉള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പുതിയ ഭരണകൂടത്തിന് സാവകാശം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പകർച്ചവ്യാധിക്ക് മുഴുവൻ ഈ ഭരണകൂടമാണ് ഉത്തരവാദി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വാസ്തവത്തിൽ ഈ സമയത്ത് എനിക്ക് ശൈലജ ടീച്ചറുടെയും വീണ ജോർജിൻ്റെയും പ്രസ്താവനകളെ വളരെയധികം താല്പര്യപൂർവ്വം കാണുകയാണ്. കാരണം ഇത്യാദി രോഗങ്ങൾ വരുമ്പോൾ നാം വളരെ പക്വതയോടുകൂടി ഒരു മനസ്സോട് കൂടിയിട്ട് എതിർക്കപ്പെടേണ്ടതാണ്. അവിടെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു കടമ, ഒരു ഉത്തരവാദിത്വമായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ആ തരത്തിലായിരിക്കണം വിമർശനങ്ങളും അതുപോലത്തെ നിജസ്ഥിതി റിപ്പോർട്ടിങ്. ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പം ഒരു സ്വരവും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറെ സ്വരവുമായാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ള ഏത് ചെറിയ കാര്യങ്ങളും വലുതാക്കി കാണിക്കും, നല്ല കാര്യങ്ങളെയും ഇകഴ്ത്തി കാണിക്കും. മറിച്ച് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആകുമ്പോൾ ഇതെല്ലാം നേരെ തിരിച്ചമർത്തി പറയും. ഇങ്ങനൊരു സാഹചര്യം നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളീയർ ഒരുപാട് സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മുടെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിലൂടെ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചാൽ ഒരു ചാനൽ വളച്ചൊടിച്ചാൽ മറ്റൊരു ചാനൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ സത്യം തുറന്നു പറയുന്ന ഒരവസ്ഥയുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളെയും പത്രമാധ്യമങ്ങളെയും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാഹചര്യവുമുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എന്തായാലും ഈ ഷിഗല്ല ആയാലും നിപ്പ ആയാലും അതുപോലുള്ള വിവിധ രോഗങ്ങൾ കേരളത്തിൽ വരുന്നു റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അറിയുന്നത്. റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ മരിക്കുകയൊക്കെ സാധാരണ സംഭവമായി മാറുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശൈലജ ടീച്ചറുടെയും വീണ ജോർജിൻ്റെയും പ്രസ്ഥാനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഞാൻ സ്വീകരിച്ചത്. കാരണം ഒരു ഭരണം ഇതിൻ്റെ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ രോഗവ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പരസ്പരം കുറ്റപ്പെടുത്താതെ വേണ്ടപ്പോൾ കോർഡിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളൊരു നിലപാടെടുത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. അതായിരിക്കണം വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നു. ശൈലജ ടീച്ചറിലെ ഇപ്പോൾ ഈ നിപ്പ വന്ന സമയം കോർഡിനേറ്റ് ചെയ്തു. അത് നല്ല രീതിയിൽ ജനങ്ങൾക്കൊരു സുരക്ഷാബോധം ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മുടെ ആരോഗ്യരംഗം വളരെ കാലമായി നേടിയെടുത്ത ഒരു സംരക്ഷിത കവചമാണ്. അത് ഓരോ ഭരണകൂടത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അതിൻ്റെ സംഭാവനകളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ ശൈലജ ടീച്ചർ കാലത്ത് അത് അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. വീണ ജോർജും ഒരിക്കലും മന്ത്രി മോശമായിരുന്നില്ല എൻ്റെ അഭിപ്രായം. അവരുടെ രീതിയിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിലൊക്കെ ധാർഷ്ട്യത്തിൻ്റെ മനോഭാവം ഉണ്ടെങ്കിലും ആ വകുപ്പിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും വേണ്ട സമയത്ത് ഓടിത്തുകയൊക്കെ ചെയ്ത ആളാണ്. പിന്നെ എല്ലാവരും കൂടി വട്ടം കൂടി ഇന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് അതിന് ഒരു മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ് അവരുടെ കാലത്തല്ല, എത്രയോ കൊല്ലം മുമ്പുണ്ടായ ഒരു പണിത കെട്ടിടം വീണുപോയി. അതിൻ്റെ ഉത്തരവാദിത്വം അന്നുള്ള മന്ത്രിക്കാണെന്നും പറഞ്ഞ് കുരിശിൽ കയറ്റുന്നത് ഒട്ടും നല്ലതല്ല. ഇപ്പോഴതാണ് ശരിക്കും വീണത്. ഇവരുടെയൊക്കെ മന്ത്രിമാരുടെ സേവനം നമ്മൾ തിരിച്ചറിയുന്നത്.
ഈ സമയത്ത് വാസ്തവത്തിൽ ഇപ്പോൾ ട്രോളുകളുടെ കാലം കൂടിയാണ്. ഇപ്പോൾ കെ മുരളീധരൻ നമ്മൾ ഈ ശൈല ടീച്ചറിനെ പോലെയോ അല്ലെങ്കിൽ വീണ ജോർജിനെ പോലെയോ ഉള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുക വയ്യ. അദ്ദേഹം അങ്ങനൊരു രീതിയിലുള്ള ആളല്ല. പക്ഷേ എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ദോഷവും ഉണ്ടാവും ഗുണവും ഉണ്ടാവും. ഗൗരവത്തിലൊരു പഠനം നടത്തുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം അച്ഛൻ്റെ മകനായി അങ്ങനെയൊക്കെ വന്നൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടായി, പലപ്പോഴും തോറ്റു. ഇപ്പോൾ ഈ പ്രാവശ്യം ജയിച്ചു. ആ ഇതിൽ സാധാരണ രീതിയിൽ തൃശ്ശൂർ നിൽക്കുന്നിട്ട് പലപ്പോഴും തോറ്റിട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ട്രോൾ ചെയ്യാൻ പാകത്തിലായിരിക്കുകയാണ്. എണ്ണം കെട്ടവർ ഭരിച്ചാൽ നാട് നശിക്കുന്നു പറയുന്ന പരിപാടി ഇപ്പോൾ തിരിച്ചു കൊത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയുന്നത് അത് അന്നത്തെ പ്രസ്താവനകൾ, പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ പ്രസ്താവനകൾ ഇന്ന് ഈ ചെയറിന് ബാധകമല്ല എന്നാണ്. വാസ്തവത്തിൽ ഇതൊരു കബളിപ്പിക്കലാണ്. അതിപ്പോൾ അങ്ങോരുടെ മാത്രം കുറ്റമല്ല, എല്ലാ ആളുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ കേരളത്തിലെ ആളുകൾ വിവരമില്ലാത്തവരല്ല വാസ്തവത്തിൽ. ഇപ്പോൾ യു ഡി എഫ് കയറിയത് കുടിവെപ്പുകാരുടെ മഹിമ കൊണ്ടല്ല വാസ്തവത്തിൽ. അത് എൽ ഡി എഫിൻ്റെ ദാർഢ്യത്തിനൊക്കെ ദാർഢ്യം അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും ഇവരെ അനുവദിച്ചു കൊടുത്താൽ പ്രസ്ഥാനം നശിക്കുമെന്നും ഒരു കൂട്ടരും നാട് നശിക്കുമെന്നും മറ്റൊരു കൂട്ടരും ഇവർക്കൊരു ഹുങ്കിനൊരു അടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഒട്ടും പ്രതീക്ഷിക്കുക എത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ എല്ലാവരും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗംഭീരമായി വർത്താനം പറയും, ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് അതിന് നേരെ തിരിച്ചു പറയുന്നതും ഭൂഷണമല്ല. അന്ന് പറഞ്ഞത് ഈ പനി ചൂട് കാരണമാണ് ഈ കോവിഡ് വന്നതെന്ന് പറയുന്ന ആളാണ് കെ മുരളീധരൻ. ഇപ്പോൾ ചൂടില്ലാണ്ടായിട്ടും വരുന്നുണ്ട്. അതുപോലെ നിപ്പ വരുമ്പോൾ ഈ ഭരണകർത്താക്കളുടെ ദോഷം കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ അത് വിലപ്പോവില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇത്യാദി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി പക്വതയും കുറച്ചുകൂടി ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ സമയമാവുന്നുള്ളൂ. വാസ്തവത്തിൽ അവരെ കുറ്റം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ കോർഡിനേഷൻ്റെ കുറവ് കാണാനുണ്ട്. എന്തായാലും അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നുവെച്ചാൽ എല്ലാവരും ഒരുമിച്ചേക്കേണ്ടതാണ്. ഇവിടെ പ്രതിപക്ഷം ഒരു കാരണം കിട്ടാൻ വേണ്ടി സമരം ചെയ്യാൻ ആളുകളുണ്ടെന്നും അടികൊള്ളാൻ കുട്ടികളുണ്ടെന്നുള്ളതുകൊണ്ട് സമരം എന്തിനും സമരം ചെയ്യുന്ന പരിപാടി ഒട്ടും ഭൂഷണമല്ല. കാരണം ഒരു മാൻഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. വെറുപ്പിൽ നിന്നാണ് യു ഡി എഫിന് കയറ്റിയിരുന്നത്. ഇനി മറ്റൊരു വെറുപ്പിലേക്ക് ആളുകളെ തള്ളിവിടരുത്. അപ്പോൾ ആവശ്യത്തിനും ആളുകൾ ഡി എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരൊക്കെ സമരം ചെയ്യും എന്നുള്ളതുകൊണ്ട് ഏതിനും സമരം ചെയ്യുന്നൊരു ഏർപ്പാടായി മാറാൻ പാടില്ല. അതവസരത്തിൽ തങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞത് ഞാൻ തിരുത്തുന്നു എന്ന് പറയാനുള്ള അത് കേരളീയരോടുള്ള ബാധ്യത ചെയ്യും വേണം. അതുപോലെ തന്നെ ഈ കെ എം ഷാജി PM ശ്രീയുടെ കാര്യത്തിൽ RSSനെയും ഹിന്ദുത്വവാദത്തെയും ഏറ്റെടുത്തിരുന്ന ശിവൻകുട്ടിയെ എത്ര വേഗമാണ് സംഖ്യയായിട്ട് ചിത്രീകരിച്ചത്. അതിൽ പഴയ നക്സലേറ്റുകളും ഒരുപാട് ഇടതുപക്ഷ ഗ്രൂപ്പുകളും ഇടതുപക്ഷം എന്ന് പറയുന്ന പലരും ഒക്കെ അതിന് കുടചൂടി എന്നും കൂടി ഉണ്ട്. ഇപ്പം എന്താ PM ശ്രീ പെട്ടെന്നെടുക്കാൻ തീരുമാനമെടുക്കാൻ പറ്റാത്തതിരിക്കുന്നത്? പലതിനും പെട്ടെന്ന് എടുത്തുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. പലതിനും പ്രഖ്യാപിച്ചു, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെജീനന് പലരും നടക്കുന്നുണ്ട്. അപ്പോൾ PM ശ്രീയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപാടി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പാഠ്യപുസ്തകങ്ങളിൽ കയറ്റണം. നെഹ്റുവിനെ വിസ്മരിക്കണം, ഗാന്ധിയെ വിസ്മരിക്കണം, ഇപ്പോൾ ഈ സമരം ചെയ്ത പ്രത്യേകിച്ച് മുസ്ലിം സമര സേനാനികളെ വിസ്മരിപ്പിക്കണം. ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടും കൂടിയാണ്, കാലങ്ങളായി ആസൂത്രിതമായി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ പണ്ടുകാലത്തും ഇതുപോലെ പരിപാടികളൊക്കെ ഉണ്ട്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് മാത്രം ആനുകൂല്യം കൊടുക്കുന്ന കോൺഗ്രസ് ഭരണവും നമ്മൾ മറന്നിട്ടില്ല. എന്തായാലും അപ്പോൾ PM ശ്രീ പരിപാടി നമ്മുടെ പാർട്ടി വിഷയങ്ങളെ ബാധിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞ് ഒരുപക്ഷെ പിന്നീട് ബാധിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പോക്കുണ്ടാവുക. എന്തായാലും ഇന്നിപ്പോൾ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥയിലായിരിക്കണം. അപ്പോൾ പണ്ട് പറഞ്ഞ കെ എം ഷാജി പറഞ്ഞ ആവേശപ്പില്ല. അപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത് ഭരണപക്ഷം എന്നൊരു ഭരണകൂടത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഭരണഘടനയും അനുസരിച്ച് പ്രവർത്തിക്കണം. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ ഭരണപക്ഷത്തായിരിക്കുമ്പോൾ ഒന്നും പ്രതിപക്ഷത്തായിരിക്കും വേറെ ഒന്നും ഭരണഘടനയല്ല.
ഇതെല്ലാം ഈ രാഷ്ട്രീയ പാപ്പരത്വമാണ് എല്ലാവരും കാണിക്കുന്നത് വാസ്തവത്തിൽ. അപ്പോൾ ഈ പി എം ശ്രീ നമുക്ക് പി എം ശ്രീയുടെ ഫണ്ടല്ല കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. SSK എന്ന് പറഞ്ഞാൽ SSA എന്ന് പറയുന്ന ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കിട്ടേണ്ട ബാധ്യതയുള്ളതാണ്. അത് തരാതിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് തരാതിരിക്കാനുള്ള എല്ലാ വഴികളും കഴിഞ്ഞ പ്രാവശ്യം UDP വക്താക്കൾ മൂലം ചെയ്തുണ്ടാക്കി. കിട്ടുന്ന അവസരങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ നോക്കി. ഹിപ്പി രക്ഷപ്പെട്ടു വരുന്നപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രചരണം നിർത്തി. ഇന്നിപ്പോൾ ഹിപ്പിയെ പൂർണ്ണമായി തള്ളി കളയാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള വിഹിതം വരാതിരിക്കും എന്നുള്ളത് സുവ്യക്തമായിരിക്കെ കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മറ്റുള്ള പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വിഴുങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും അനുയായികൾ നേതാക്കൾ പറയുന്നത് അപ്പാടെ വിശ്വസിക്കരുത്, വിഴുങ്ങരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അമിത് ഷാജിക്ക് ഇപ്പോൾ പറയുന്നില്ല, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ദോഷങ്ങളിലേക്ക് കടക്കാൻ നേരമായിട്ടില്ല വാസ്തവത്തിൽ. എന്നാലും KPCC പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് തൻ്റെ അനന്തരനെ തൻ്റെ അളിയനെ നിയമിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അധികാരമുണ്ടെന്നാണ് പറഞ്ഞത്. അവസാനം ഗത്യന്തരം ഇല്ലാണ്ടായപ്പോഴാണ് ഈ രാജിവെച്ചത്. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കാര്യം, ദേവസ്വം ബോർഡിൻ്റെ കാര്യം, അന്ന് സ്വർണ്ണക്കൊള്ള ആരപ്പ സഖാക്കളാണപ്പ എന്ന് പറഞ്ഞ ആളുകൾ അതിനനുകൂലമായിട്ടുള്ള കേസ് നടത്തിയ ആളുകളെ തന്നെ വെക്കുന്നു. ആര്? VD സതീശൻ തന്നെ നേരിട്ട് ചെയ്യുന്നു. ഇതിനർത്ഥം എന്താണ്? അപ്പോൾ ഈ ഈ ഈ വാസ്തവത്തിൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരു ജനിതക സ്വഭാവം തന്നെയാണ് അഴിമതിയും സ്വജനപക്ഷപാതമൊക്കെ. ആ സ്വജനപക്ഷപാതം ആ പാരമ്പര്യം തുടർന്നു പോകാനുള്ള സാധ്യതകളാണ് കാണിച്ചു തരുന്നത്. ജനം എതിർത്ത് തോൽപ്പിച്ചത് ഇതിനായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ സണ്ണി ജോസഫ് പറഞ്ഞ കാര്യം ജനങ്ങൾ എതിർത്തു എന്നുള്ളതാണ്. ഒരുപക്ഷേ കോൺഗ്രസ്സുകാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെ എതിർക്കാൻ കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് വന്നത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള കാര്യത്തിൽ ആ വക്കീലിനെ വെച്ചത് വേണമെങ്കിൽ ടെസ്റ്റ് ഡോസായിരിക്കും, VD സതീശൻ്റെ ടെസ്റ്റ് ഡോസായിരിക്കും. താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം വില പോവും എന്നുള്ളതായിരിക്കും. എന്തായാലും അതും പിൻവലിക്കപ്പെട്ടത് നല്ല കാര്യമാണ്. ജനാധിപത്യ സമൂഹം കുറച്ചുകൂടി ജാഗ്രതയായിരിക്കുന്നു, അവരുടെ സംസാരങ്ങൾ ശക്തി പ്രാപിക്കുന്നതിൽ നല്ല ലക്ഷണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരികയാണ് ഓരോന്നോരോന്നായിട്ട്. ആ സാഹചര്യത്തിൽ നാം സജീവ ജാഗ്രത പുലർത്തിയാൽ വാസ്തവത്തിൽ കേരളം വലിയ അപകടത്തിലേക്ക് പോകാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ആണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്താണ് എനിക്ക് VD സതീശൻ്റെ തന്നെ VD സതീശൻ ഒരു കാലത്ത് ഞാൻ വളരെ പ്രതീക്ഷയോടെ ശ്രദ്ധിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം വളരെ അഭിനയത്തിൻ്റെയും സൂത്രശാലിയുടെയും ഒരു നിലപാടുകളുടെ രാജകുമാരല്ല, അഭിനയത്തിൻ്റെ രാജകുമാരനായിട്ടാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററിയൊക്കെ പലരും റിയാലിറ്റിയിൽ പറയുന്നത്. സ്കൂട്ടറിൽ പോകുന്ന ആൾ പെട്ടെന്ന് വലുതായി വരുന്നതാണ്. അദ്ദേഹം പുസ്തകം വായിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. 60 പുസ്തകം എത്രയാണ് ഒരു കൊല്ലം വായിച്ചു തീർക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആരാ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറവൂരത്തെ ആഡംസാണെന്ന് പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് 1000 കോടി രൂപ സംസ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ 4 വർഷം കൊണ്ട് അത് GST വഴിക്ക് കിട്ടുന്നതാണ്. അല്ലാന്ന് ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ സംസാരിച്ചു തുടങ്ങിയപ്പം. അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ്റെ കാര്യം, മോഡിഫിക്കേഷൻ കുട്ടികളൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടി മോഡിഫിക്കേഷൻ പറഞ്ഞു. ഇപ്പോൾ മോഡിഫിക്കേഷൻ ഇല്ല. എന്തായാലും ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നല്ലൊരു പരിപാടിയാണെന്നുള്ള അഭിപ്രായമാണ്. അതിന് ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ അതൊരു തന്ത്രത്തോടുകൂടിയാണ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഓർഡിനറി ബസ്സിൽ സാധാരണ ശരിയാണ്, ആര് പറഞ്ഞു, മെൻസ് ഈ സ്ത്രീകൾക്ക് ബസ് കൂലി കുറച്ചാൽ അല്ലെങ്കിൽ ഇല്ലാണ്ടായല്ല, അത് വീട്ടിലേക്ക് തന്നെ എത്തില്ലോ. അത് പുരുഷന്മാർക്കും ഗുണകരമല്ലേ വാസ്തവത്തിൽ. ആ മെൻസ് അസോസിയേഷനും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അവർ സമരത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ ഓർഡിനറി ബസ്സിൽ വരുന്ന ആളുകളെല്ലാം നമ്മൾ മനസ്സിലാക്കാം ഏറ്റവും പാവപ്പെട്ട മനുഷ്യരായിരിക്കും. ഒരു കരിങ്കിൽ പണി തൊഴിലാളികൾ, അല്ലെങ്കിൽ ബേക്കറി തൊഴിലാളികൾ, സ്റ്റോപ്പ് ജീവനക്കാർ, ഇവർക്കൊക്കെ 2000-1500 രൂപ നീക്കി വയ്ക്കാൻ കിട്ടിയ വലിയൊരു കാര്യമാണെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം ഓർഡിനറി ബസ്സുകൾ എത്രയുണ്ടെന്നാണ്, വളരെ കുറവ് ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഉള്ള ബസ് തന്നെ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ സിക്ലോട്ടിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ജനങ്ങൾ കഴുതകളല്ല എന്നുള്ള കാര്യം നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നു.
സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും. ആ തരത്തിൽ ഇത് എല്ലാവർക്കും ബാധകമാക്കേണ്ടതാണ്. എന്നാൽ സൂപ്പർ ഫാസ്റ്റുള്ള ഉയർന്ന വേതനങ്ങൾ പൈസ കൊടുത്ത് പോകാൻ പറ്റുന്ന ആൾക്ക് ഈ ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം സാമ്പത്തിക ഭദ്രത KSRTCക്ക് ഇല്ലതാനും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ബാധ്യത വലുതാണ്. അത് KSRTC കൊടുക്കണം. എങ്ങനെ കൊടുക്കണമെന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്ന അന്ന് വിമർശനം നടത്തുമ്പം ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കും ഇതൊന്നും ആലോചിക്കുകയാണോ മാനിഫെസ്റ്റോ എടുത്തത്, അതോ മാനിഫെസ്റ്റോ ഇലക്ഷന് വേണ്ടി മാത്രമുള്ളതാണ്? അങ്ങനെയാണ് വാസ്തവത്തിൽ. മാനിഫെസ്റ്റോയ്ക്ക് അത്ര പ്രാധാന്യമൊന്നും ജനങ്ങൾ കൊടുക്കുന്നില്ല, രാഷ്ട്രീയ കക്ഷികളും കൊടുക്കുന്നില്ല. അതിൽ പറഞ്ഞ കാര്യം നടപ്പാക്കിയാലും ഒരു പ്രശ്നവും ഇല്ലെന്നാണ് രാഷ്ട്രീയ കക്ഷികളും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും പഠനം നടത്താതെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പഠനം നടത്തിയിട്ടല്ല ഇതെല്ലാം ചെയ്യേണ്ടത്. എന്തായാലും മോഡേൺ ബസ്സിൽ സാധാരണ അമ്മമാർ കൈക്കുഞ്ഞ് അവരെല്ലാം വളരെ സന്തോഷമായിട്ട് പോകട്ടെ, എല്ലാവർക്കും അത് കിട്ടാവുന്ന രീതിയിലുണ്ടാവട്ടെ എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ VD സതീശൻ്റെ കാര്യത്തിലേക്കാണ് വന്നത്. അദ്ദേഹത്തോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷേ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. കോൺഗ്രസ്സുകാരന് പ്രത്യേകിച്ച് അദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഇത്രയും വർഷക്കാലമായിട്ട് നിയമസഭയിൽ അദ്ദേഹം VD സതീശൻ എന്ന പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ സമയത്താണ് അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശനായത്. എനിക്ക് ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചാണ്. ഒരു 60 വർഷം മുമ്പുണ്ടായിരുന്ന അച്ഛൻ എത്ര പുരോഗമനവാദിയായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം സതീശൻ മേനോൻ ഇട്ടില്ലല്ലോ. അക്കാലത്ത് അദ്ദേഹത്തിന് ഇടാമായിരുന്നു. അത്രയും പുരോഗമനല്ല കാലമായിരുന്നു. പക്ഷേ ആ സാമൂഹ്യ യാഥാർത്ഥ്യം, ഈ പുരോഗമനാശയത്തിൻ്റെ അതിശക്തമായ ഭൗതിക മണ്ഡലം, ആശയമണ്ഡലം കേരളത്തിലുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ്സുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, ആർഎസ്സുകാരന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മകനും ദാമോദരൻ മേനോൻ എഴുതുന്നത് മോശമാണെന്ന് കരുതിക്കൊണ്ടാണ് അന്നിടാഞ്ഞത്. പക്ഷേ ഈ 60 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇത്രയും പുരോഗമനവും ഈ ന്യൂജൻ അല്ലെങ്കിൽ പുതിയ കാലത്തിനെ ആശയം ഇത്രയധികം പുസ്തകങ്ങൾ വായിക്കുന്ന സതീശന് ഇന്നലെ വരെ പറഞ്ഞ VD സതീശൻ എന്ന് പറയുന്നത് മാറ്റി ദാമോദര മേനോൻ സതീശനായി മാറിയതിന് കാരണം ഈ മേനോൻ എന്നുള്ളത് പുതിയ കാലത്തിൽ വാരി ചേർക്കുന്ന പുതിയ കാലത്തിൽ അഭിമാനവും ഒരു സ്വത്തായിട്ട് മാറുന്നു എന്ന് തിരിച്ചറിവാണ് ഈ VD സതീശന്. അത് അപകടകരമായുള്ളൊരു പോക്കാണ്, തിരിച്ചു പോക്കാണ്. തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ജാതിയും അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണത്. മറിച്ച് പറയുകയാണെങ്കിൽ പ്രാധാന്യയെ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്നു എന്നുള്ളൊരു നിഗൂഢ രഹസ്യ ഇടനാഴി വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ VDയുടെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ ജാഗ്രത പാലിക്കണം, നാട്ടുകാരും ജാഗ്രത പാലിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. മറ്റ് നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കൈയടിച്ച് അംഗീകരിക്കേണ്ടതുമാണ്. മറ്റൊന്ന് എനിക്ക് തൂഫാനാണ്. വളരെ വളരെ ഗൗരവമായിട്ട് വേണ്ടൊരു കാര്യം കൂടിയാണ്. നമ്മുടെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവുകയാണ്. അല്ലാതെ തന്നെ ഇവിടെ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു അനക്കുണ്ടാക്കാൻ തൂഫാൻ സാധിക്കും. നമ്മുടെ പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളുടെ ഭാഗത്ത് ഈ മയക്കുമരുന്നിന് അടിമയാവുന്ന ആളുകളുടെ എണ്ണം കൂടിയാണ്. അവിടെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് രക്ഷപ്പെടാൻ കേരളത്തിൽ വരുന്നത്. ഇവിടെ മയക്കുമരുന്നിന് അടിമപ്പെടുമ്പോൾ അവർക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ ലൈംഗിക പീഡനത്തിനും ബലാത്സംഗത്തിനും പെൺകുട്ടികളെ വിധേയമാക്കാൻ സാധ്യത കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തുഫാൻ്റെ പോലുള്ള ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നടപടികൾ അതിശക്തമായി കുറച്ചു കാലം കൊണ്ട് നിർത്തരുത്. ഇതിൻ്റെ അടിവേര് പിഴുതെടുക്കണം. പക്ഷേ സ്വാഭാവികമായിട്ട് അടിവേര് പിഴുതെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഗുജറാത്ത് അതുപോലെ തന്നെ കർണാടകയിൽ നിന്നാണ് അധികം നമ്മുടെ നാട്ടിലേക്ക് MDMA വരുന്നത്. ഗുജറാത്ത് വഴിയിലൂടെ കടന്നു വരുന്നു. ഇത് ആഗോളതലത്തിലുള്ള വലിയൊരു മാർക്കറ്റുണ്ട്. അത് ഗുണ്ടാത്തലവന്മാരുടെ കേളീരംഗമാണ്. രാഷ്ട്രീയക്കാരുണ്ട്, പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്, ഈ ജനാധിപത്യ എല്ലാവരും ഇതിൽ ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ അടിച്ചമർത്താൻ ഒതുക്കാൻ വളരെ ബുദ്ധിമുട്ട് ജനങ്ങളാണ് കൊണ്ടുവരേണ്ടത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട് ഇതിനെല്ലാം വിമുക്തമാക്കേണ്ട ചുമതല, ധാർമ്മിക ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കണം. അതിന് പോലീസും ഭരണകൂടവും സഹായകരം. എന്തായാലും തൂഫാൻ്റെ നിലപാടിന് പിന്തുണ അറിയിക്കുകയാണ് വേണ്ടതാണ്. ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ കൂടിയായിട്ട് ഉള്ളതുകൊണ്ടുകൂടി ഇതിനെ ഞാൻ ശ്ലാഘിക്കാതിരിക്കാൻ വഴിയില്ല. ഈ സമയത്താണ് കോടന്നൂർ സമരം പറയുന്നത്. കോടന്നൂരത്തെ സമരസമിതി ഇപ്പോൾ VD സതീശന് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കോടന്നൂർ വരാൻ പാടില്ലാത്ത ഇത്രയും പ്രകൃതിരമണീയമായ കാർഷിക വ്യവസ്ഥ നിലനിൽക്കുന്ന സുന്ദരമായ സ്ഥലത്ത്
ഒരു ബാറ് വരികയും ഒരു ഹോട്ടൽ തുടങ്ങുകയും ബാറാവുകയും പിന്നീട് ആ നാടിൻ്റെ തന്നെ സ്വച്ഛത അവസാനിപ്പിക്കുകയും ചെയ്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിൽ കൂട്ടു നിൽക്കുകയും ചെയ്ത ഏർപ്പാടാണത്. അതിശക്തമായ ഒരു സമരം ചെയ്ത് എത്രയോ കൊല്ലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയെങ്കിലും നിൽക്കണം. കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ടവർ. എന്നിട്ടവർ ഇപ്പോൾ സത്യാഗ്രഹം നടക്കുന്നു. ഒറ്റപ്പെട്ടതാണെങ്കിലും അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് വി.ഡി. സതീശൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഈ നിവേദനം കൊടുക്കുന്നത്. അത് വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നടക്കുമോ എന്നുള്ളത് കണ്ടറിഞ്ഞു വേണം കാണാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ മദ്യനിരോധനം നടപ്പാക്കാൻ UDF-ന് ആജ്ഞാശക്തി അല്ലെങ്കിൽ ഇച്ഛാശക്തി കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും വി.എം. സുധീരൻ ചെയ്ത പോലെ വി.ഡി. സതീശനോ മറ്റും ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഉരുണ്ട് കളിക്കേ സാധിക്കുള്ളൂ. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്നിടത്തൊന്നും മദ്യനിരോധനം അത്ര കാര്യമായി നടപ്പാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയേ നാം കാണുന്നില്ല. അപ്പോൾ ആചേടിക്ക് വേണ്ടി മാത്രം പറയാം. എന്തായാലും അങ്ങനെ നടന്നാൽ നല്ലതാണ്. മദ്യത്തിനും മയക്കുമരുന്നിനായിട്ടുള്ള പോരാട്ടം ശക്തമാവേണ്ടത് നമ്മുടെ കുട്ടികളാണ്, തൊഴിലാളികളാണ്, ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ മക്കളാണ് ഇതിൽ അപകടപ്പെട്ടു പോകുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അടിപിടി കേസുകൾ, അതുവഴി ഉണ്ടാകുന്ന കുടുംബകലഹങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പേരുണ്ടാകുന്ന കുടുംബത്തിലെ അരിഷ്ടാവസ്ഥ, അനാരോഗ്യ പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ, അതുപോലെ സദാചാര പ്രശ്നങ്ങളൊക്കെ ഒട്ടേറെ എത്ര കോടി 500 കോടി കിട്ടുമ്പോൾ 1500 കോടി രൂപ ചിലവാക്കുന്നു ഗവൺമെൻറ് എന്നുള്ള സത്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിനായി നിലപാടെടുക്കാൻ കഴിയട്ടെ. അതിന് ബിക്സിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുകയാണ്. മറ്റൊന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട്. നമ്മുടെ ഈ അടുത്ത കാലത്താണ് ഇന്ത്യ മുന്നണിയുടെ യോഗം നടന്നത്. ഇന്ത്യ മുന്നണി യോഗത്തിൽ ഒരു പ്രസക്ത ഭാഗം രാഹുൽ ഗാന്ധിയുടെ പ്രസക്ത ഭാഗം പുറത്തേക്ക് വിട്ടിട്ടുണ്ടവർ. എല്ലാ പ്രസംഗവും പുറത്തേക്ക് വിട്ടിട്ടില്ല. എല്ലാ പ്രസംഗവും പുറത്തേക്ക് വിട്ടെങ്കിൽ നന്നാകുമായിരുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു, ഞാൻ കെട്ടിപ്പിടിക്കില്ല. അത് വേണമെങ്കിൽ രാഷ്ട്രീയത്തെ കെട്ടിപ്പിടിക്കില്ല എന്നായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പിണറായി വിജയനെ കെട്ടിപ്പിടിക്കില്ല എന്നായിരിക്കില്ല. അപ്പോഴാണ് പിണറായി വിജയനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാനുള്ള മഹാമാനസ്കതയുണ്ടല്ലോ എന്നുള്ള വിമർശനവും പുറത്തു വരുന്നത്. രാഷ്ട്രീയപരമായിട്ട് വ്യത്യസ്ത ചേരിയിലാണെങ്കിൽ പോലും വലിയ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഒരു രാഷ്ട്രീയ കേന്ദ്ര ഇന്ത്യ ഒട്ടേകം അറിയപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് വളരെയധികം പക്വത പാലിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി എന്നാണ്. KC വേണുഗോപാലിൻ്റെയും അനുചരന്മാരുടെയും വർത്തമാനം കേട്ട് ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ ഇന്ത്യ മുന്നണി തകർക്കപ്പെടുകയും ചെയ്യും. കോൺഗ്രസ് കുറേ കാലമായി അവർ ഒറ്റകക്ഷിയായിരുന്നു, പിന്നീട് ഭിന്നിച്ച് ചെറുതായി. ഇനിയിപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് എവിടെയൊക്കെ പ്രാദേശിക കക്ഷികളുണ്ടോ അവരെ ദുർബലാക്കാൻ ശത്രുപക്ഷത്തു നിന്നുകൊണ്ടുകൂടി അവരെ സഹായിച്ചുകൊണ്ട് ഈ ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കക്ഷികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് കണ്ടത് ബംഗാളിലാണ്. അതിന് കാരണം കുറേ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൂടിയുണ്ട്. ആ പിടിപ്പുകേടും കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാവിധ ശക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ് ത്രിപുരയിലാണ് കണ്ടത്. ത്രിപുരയിൽ ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ചു കൊടുത്തു. പിന്നെ കോൺഗ്രസിൻ്റെ വോട്ടും പോലും കാണാതെയായി. BJPക്കായി അവിടെയുള്ള ഗോത്രവർഗക്കാരുടെയും സ്വാധീനം കോൺഗ്രസ് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് നഷ്ടപ്പെടുകയും ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നഷ്ടപ്പെട്ടു. അതും കൂടി കാണേണ്ടതാണ്, പരസ്പരം മനസ്സിലാക്കേണ്ടത്. ഇവിടെയും മമതാ ബാനർജി വന്നു. മമതാ ബാനർജിയെ ആദ്യം NDA അംഗീകരിച്ചു. പിന്നീട് NDAക്കെതിരായിട്ട് മമത നിന്നു. പിന്നീട് അവർ കലുഷിതമായി സംഘർഷമായി. ഇപ്പോൾ മമത വേർക്കുകയാണ്. 20 MLA-മാർ വിമതപക്ഷത്തേക്ക് പോകുന്നു. മമത പോയി കഴിഞ്ഞാൽ മമതയിലത്തെ ആളുകൾ CPM-ലേക്കല്ല വരുന്നത്, മറിച്ച് NDA-യിലേക്ക് എന്നതാണ്. അവശേഷിക്കുന്ന ആളുകൾ കോൺഗ്രസിൽ ചേർന്ന് രക്ഷപ്പെടുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് ബംഗാൾ എന്ത് ചിന്തിക്കുന്നുവോ നാളെ ഇന്ത്യ ചിന്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബംഗാൾ വർഗീയതയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. അവിടെ പലവിധ നിയമങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന ഇപ്പം നേരത്തെ പറഞ്ഞത് നമ്മുടെ 1905-ലെ ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്ത് സന്യാസിമാരും മുല്ലമാരും ഒരുമിച്ചിരുന്ന ഒരു സമരം. ഹിന്ദു മുസ്ലിമും
ഒരുമിച്ച് യുദ്ധം ചെയ്ത സമരം ചെയ്തെടുത്ത ഒരു പൈതൃകം, മതനിരപേക്ഷമായ മതസൗഹാർദ്ദത്തിൻ്റെ പൈതൃകമാണ് അടിച്ചു തകർത്തപ്പെട്ട് ഇരിക്കുന്നത്. വന്ദേമാതരം മുഴുവൻ ചൊല്ലുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട. അങ്ങനെയുള്ള പശ്ചാത്തലത്താണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ വളരെ, അദ്ദേഹത്തിന് കുതന്ത്രങ്ങളൊക്കെ കുറവുള്ള ഒരാളാണ്. അദ്ദേഹം ഈ കെ.സി. വേണുഗോപാലിൻ്റെയും മറ്റേ അനുചരന്മാരുടെയും ഒറ്റപ്പെട്ടു പോയി. അദ്ദേഹം പിന്നെ ചെയ്തെന്താണ്? ഇപ്പോൾ ത്രിപുര, കേരളം കഴിഞ്ഞു, അല്ല ബംഗാൾ കഴിഞ്ഞു, ത്രിപുര കഴിഞ്ഞു. നമ്മുടെ ഡൽഹിയിൽ എന്താണ്ടായത്? കെജ്രിവാളിനെതിരായിട്ട് ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ്സാണ്. ആ ആരോപണമാണ് മണി ലോണ്ടറിങ് പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കെജ്രിവാളിനെയും അവിടുത്തെ ഭരണകൂടത്തെയും ആക്കിയത്. ജയിലിൽ കൊണ്ടുവന്നു, അത് പിളർന്നു, കുറേ പേര് പോയി. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? കെജ്രിവാളിൻ്റെ ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടായോ? ഇന്ത്യക്ക് ഗുണമുണ്ടായി. ഇന്ത്യ മുന്നണി കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി, കോൺഗ്രസ്സിന് കുറച്ച് ഭൂരിപക്ഷം കിട്ടി, അല്ലെങ്കിൽ ഇത്രയും കിട്ടുമായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് കേരളത്തിൽ വന്ന് പറയുന്നത് എന്ത് വിട്ടിത്തരമാണ്. പിണറായി വിജയയുടെ എന്തുകൊണ്ട് വരുന്നില്ല പിണറായിയുടെ അടുത്തേക്ക്? ഇന്ന് ഒരു ദേശീയ നേതാവ് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ? കേരളത്തിലെ ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ടുണ്ടാവണം എന്താണ്? ഇന്ത്യ മുന്നണി ഐക്യം തന്നെ തകരും. കോൺഗ്രസ് വിജയിക്കരുതെന്ന് മറ്റുള്ള പാർട്ടിക്ക് വിജയിക്കരുതെന്ന് കോൺഗ്രസും തീരുമാനിക്കും. അതുകൊണ്ട് പരസ്പരം കാലുവാരും ഈ വർഗീയ ശക്തി ബലപ്പെടും. ഒരിക്കലും ദേശീയ രാഷ്ട്രീയ നേതാക്കൾ ഈ തരത്തിൽ പ്രസ്ഥാനം നടത്തിയാൽ ഐക്യം ഒരിക്കലും കെട്ടിപ്പടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ബുദ്ധിപൂർവ്വം തീരുമാനം. താൽക്കാലിക ലാഭം ഉണ്ടാവും. ഇനി കേരളത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണ്? കേരളത്തിൽ കോൺഗ്രസ്സുകാരാണ്, നമ്മൾ നേരത്തെ കണ്ടു, BJPയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അത് എളുപ്പമുള്ള ആളുകളെ സംബന്ധിച്ചോളം ഈ ഭരണം അഴിമതിയും സ്വജനപക്ഷപാതവും കൂടുമ്പോൾ VD സതീശന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇതിൽ രമേശ് ചെന്നിത്തലയെ എതിർത്താൽ എന്തുണ്ടാവും? കെ സുധാകരൻ വെറുതെ ഇരിക്കുന്നില്ല. ഇവരെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ പോകുന്നത് CPMയിലേക്കായിരിക്കില്ല, മറിച്ച് BJPയിലേക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് അത് കോൺഗ്രസ്സിനും ഗുണമുണ്ടാവോ, ഇന്ത്യക്ക് ഗുണമുണ്ടാവോ എന്നുള്ള ചോദിക്കേണ്ടത് അവരാരാണ്? കോൺഗ്രസ്സുകാരും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷത്തുള്ളവരും ഇവരിൽ നശിച്ചാൽ, കോൺഗ്രസ് നശിച്ചാൽ ഇടതുപക്ഷത്തേക്കല്ല ഗുണമുണ്ടാവുന്നു എന്നുള്ള തിരിച്ചറിവും കൂടി ഉണ്ടായാൽ മാത്രമേ വലിയ വിശാലമായ അർത്ഥത്തിൽ പോരാട്ടത്തിൻ്റെ ഐക്യനിര കെട്ടിപ്പടക്കാൻ പറ്റുള്ളൂ. അനീതിക്കെതിരെ പോരാടാൻ, അതെനിക്കെതിരെ ഒരു വലിയൊരു പൊതുസമൂഹത്തെ ഉണർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതാണ്. ഈ സമയത്താണ് നമ്മുടെ CPM തെറ്റിദ്ധരുത്തൽ പ്രക്രിയ കടന്നു വരുന്നത്. വാസ്തവത്തിൽ എനിക്ക് ഇത് ഗിമിക്കാണെങ്കിൽ, ഇതൊരു തട്ടിപ്പാണെങ്കിൽ, ആളുകളെ കണ്ണിൽ പൊടിയിടാൻ ആണെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രതിപക്ഷ വാസ്തവത്തിൽ LDF തോറ്റത് ഇത്ര വലിയൊരു പ്രഹരം ആരും പ്രതീക്ഷയില്ല, കോൺഗ്രസ്സുകാരടക്കം. തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം പ്രതിപക്ഷം അന്നത്തെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് സംസാരിക്കണമായിരുന്നു, ആ കുറ്റം എൻ്റേതാണെന്ന് പറയണമായിരുന്നു. അതിന് പകരം കുറേ ദിവസം ആലോചിച്ച് സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി പിന്നെ വരുന്നതിലല്ല ഔചിത്യം. ഈ ധവളപത്രം കാണിച്ച് ഉമ്മാക്കി കാണിക്കരുതെന്നുള്ള ഭാഷയൊക്കെ നല്ലതാണ് വാസ്തവത്തിൽ. പ്രതിപക്ഷ നേതാവും കൂടി എല്ലാവരും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് യോഗ്യനല്ല, അത് ശരിയല്ല. ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തുണ്ട്, 10 വർഷം ഭരിച്ചു, തലയെടുപ്പ് നേതാവാണ്, നേരിട്ട് കാര്യങ്ങൾ പറയാനും അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ശക്തി. അതേ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാനുള്ള അവകാശവും അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാക്കിയില്ലെങ്കിൽ CPMൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാവും, കേരളത്തിൻ്റെ കാര്യവും അതിലേറെ ബുദ്ധിമുട്ടാവും ചെയ്യും. ഇപ്പോൾ തിരുത്തിരുത്തിൽ വരുന്നത് എന്താണ്? LDF അല്ലാതെ ആരുമില്ല, അല്ല അത് ഒറ്റ വാചകം കൊണ്ട് ഫോട്ടോ കൊണ്ട് മാത്രമാണ് തോറ്റയെന്നൊക്കെയാണ്. ഒരു തോറ്റ് കഴിയുമ്പോൾ ഈ ക്രിക്കറ്റ് തോറ്റ അങ്ങനെയാണ്, പലവിധ കാരണങ്ങളാണ് പറയുക. ക്യാപ്റ്റൻ്റെ പ്രശ്നം, അത് പ്രശ്നം, ഈ പ്രശ്നം, ജയിച്ചാൽ വേറെ തരത്തിൽ. ഇതുപോലെ LDF ഇല്ല. ഈ തോറ്റത് ഇത് മാത്രമാണോ? ഇത് വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞാൽ LDF അല്ലാതെ ആരുണ്ട് ചോദിക്കുമ്പോൾ ഫോട്ടോ കാണുന്ന ആളുടെ രൂപത്തെ വെറുക്കുന്നൊരു ലോകം കേരളത്തിലുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല, ആയിരിക്കില്ല പൂർണ്ണമായിട്ടും. കുറേയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. കടക്കുപുറത്ത് കാണുന്നു, ഇപ്പോൾ ഒരു വീട്ടിൽ പറയുക, അതുക്കാരെ ഒരു സ്റ്റേജിൽ പെൺകുട്ടി എന്തെങ്കിലും പറയുമ്പോൾ കണ്ണുരിച്ച് കേട്ട് പിപ്പിടി കേട്ട്, ഇതൊന്നും ഏരിയയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ചോദിച്ചാൽ പണിയുന്നല്ല. അവരൊക്കെ ജനങ്ങളായിട്ട് ഇടപെട്ടുണ്ട്. അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയിരിക്കണം. ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെങ്കിലും തന്നെ കുറേ ആളുകളെല്ലാം ഈ അനീതിക്കായിട്ട് പോരാടാൻ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ്റെ ചരിത്രം നോക്കുമ്പോൾ എത്രയോ അടി കൊണ്ട ആളാണ്, ജയിൽ വാസം അനുഭവിച്ച ആളാണ്.
രക്തക്കറവ് കൊണ്ടിട്ടാണ് നിയമസഭയിൽ വന്ന് സംസാരിച്ച ആളാണ്. ആ വേദന കെട്ടിയ ആൾ പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള അടിക്കാൻ പറയാൻ പാടുണ്ടോ? അതുപോലെ ജയിലിലേക്ക് എല്ലാത്തിനും കേസ് കൊടുക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ സാഹിയുടെ കാര്യത്തിൽ മൗനം പാലിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് തരം ഈ നമ്മുടെ പ്രതികൂല അവസ്ഥ അനുഭവപ്പെട്ട ആൾക്ക് രണ്ട് തരം ഉണ്ടെന്നാണ്. ഒന്ന്, ആ പ്രതികൂല അവസ്ഥ അനുഭവിച്ചാൽ ഒരു സാഡിസ്റ്റായിട്ട് മാറും. മറ്റൊന്നത് അതിനെതിരായിട്ടുള്ള പ്രക്രിയയിൽ ഏർപ്പെടും. ഇതിൽ കുറച്ചൊക്കെ നമ്മുടെ പിണറായി വിജയനും അതുപോലെയുള്ള ആളുകൾക്കും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ അധികാരം കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതയിലേക്ക് പോവുകയും പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് നരനായാട്ട് നടത്താനുള്ളൊരു വെമ്പൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈ അസുഖത്തിന് മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. അത് മനോരോഗം ഇല്ലാതാക്കേണ്ടത് പാർട്ടിയും പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ശരിയായിട്ടുള്ള ഏറ്റെടുത്ത് ഇനി ഉണ്ടാവും. അതുകൊണ്ട് ഈ LDF വരും, അല്ല LDF അല്ലാതെ ആരും ചോദ്യം കൊണ്ട് ഇങ്ങോട്ട് ആളുകൾ നേരത്തെ തീരുമാനിച്ചിരിക്കണം ഇനി ഇവരെ കയറ്റാൻ പറ്റില്ല. അതാണ് കാരണം. അതിന് കാരണം കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇടതുപക്ഷക്കാരാണ് കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത്, എതിരേറ്റ് വോട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇനി പാർട്ടി നശിക്കും. പിന്നെ ഇദ്ദേഹം തന്നെയാണ് വൺ മാൻ ഷോ നടത്തുന്നത്. ഇദ്ദേഹം പറഞ്ഞാൽ നല്ലതിന് മുഴുവൻ അദ്ദേഹവും ദോഷങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വരെയാണ്. ആരെങ്കിലും ശൈലജ ടീച്ചർ ഒന്ന് ഉയർത്തി കൊണ്ടാൽ അദ്ദേഹത്തെ ഇല്ലാതാക്കും. അതുപോലത്തെ തോമസ് ഐസക്കിന് ലേശം കൂടി ശക്തി അതിനെ അത് ഇല്ലാതാക്കും എന്നൊരു ധാരണ വന്നിട്ടുണ്ട്. തനിക്ക് പറ്റിയ ആളുകളെ മാത്രം ചുറ്റും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്ന് കരുതുന്നത് അപകടകരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വേണ്ട രീതിയിലുള്ള തെറ്റുതിരുത്തൽ ആരംഭിക്കണം എന്നുള്ളതാണ്. പിന്നെ ലോകത്തിലെല്ലാവരും അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? പുസ്തകം അവിടെ വയ്ക്കും. പഴഞ്ചൊല്ലിൽ സംസാരിക്കുന്നവർക്ക് അധികാരം കൊടുക്കും, അവകാശം കൊടുക്കും, സംസാരിക്കാനുള്ള. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് നിർഭയമായി സംസാരിക്കാനുള്ള അവകാശം കൊടുക്കും. വീടുകളിൽ കുടുംബത്തിൽ പോയി അന്വേഷിച്ചു. യഥാർത്ഥ സംസാരം ഉണ്ടായോ? ഉണ്ടെങ്കിൽ ഈ തോൽവി ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥ ജനങ്ങളുടെ സംസാരം കേട്ടാൽ ഈ തോൽവിയിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോഴും ആ ധാർഷ്ട്യത്തിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ എല്ലാവിധ ബഹുമാനത്തോടും പറയട്ടെ, അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ശൈലികളോടും സംവദിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ തീർച്ചയായും ജനം വിധി എഴുതും. ജനം തീർച്ചയായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മറിച്ച് പിണറായി വിജയനും എനിക്ക് പ്രായമായി, ഞാൻ പോയാലും പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അല്ല, ഞാൻ പോയോടുകൂടി പ്രസ്ഥാനം നിശ്ചിച്ചോട്ടെ, എനിക്ക് എൻ്റെ കുടുംബങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, ഇനി അതുപോലുള്ള ആളുകളൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ തീരുമാനിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് അണികളാണ്. ഈ വക ചപ്പടാച്ചി കണ്ടിട്ട് പേടിക്കുന്നവരോ അല്ലെങ്കിൽ കീഴ്പ്പെടുന്നവരോ ആയിരിക്കരുത് നാടകം. ഇപ്പോൾ പറഞ്ഞു പയ്യന്നൂരത്തെയും TK ഗോവിന്ദിൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയും വിജയം ഉണ്ടായല്ലോ. എന്തായിരുന്നു? അവർ മതിൽ പൊളിക്കുക, എന്തൊക്കെ തെമ്മാടിത്തര ചെയ്യുന്നത്. ഇതൊക്കെയാണ് TP ചന്ദ്രശേഖരൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ദിവസം പറഞ്ഞാണ് TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പാടുള്ളതാണോ? ഒരു വിമർശനം നടത്തിയ ട്രോട്സ്കിയൊക്കെ ഒന്നും ശരിയുണ്ട്. അത് സ്റ്റാലിൻ്റെ എതിരായിട്ടുള്ളൊരു വലിയൊരു എതിർപ്പ് തന്നെയാണ് വസ്തുത്തിൽ, വിമർശനമാണ്. അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരേണ്ടത്. സ്റ്റാലിന് നല്ല കാര്യങ്ങളാണ് തുടരേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകളെയും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാലിൻ മോശമാണ്. സ്റ്റാലിൻ ഒരു തൊഴിലാളി വർഗ്ഗ ഒരു ചെരുപ്പ് കുത്തിയിൽ നിന്നുണ്ട് ഒരു വീഴ്ച, അതിന് ദുസ്സഹമായ വേദന ചോദിച്ച അമ്മ ഒരു അടിമ സ്ത്രീയിലാണ്. അതിൻ്റെ പ്രയാസങ്ങൾ തൻ്റെ ഭാര്യ തൊഴിലാളിയായി പ്രവർത്തിച്ചെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള ആൾ മറ്റുള്ളവരെ മൗലികാവകാശങ്ങളെ അടിച്ചമർത്തുന്നതിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ആളാണ്. പക്ഷേ അത് കൈവിട്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. ബാക്കിയുള്ള കാര്യം സോവിയറ്റ് യൂണിയനെ ഉയർത്തിക്കൊണ്ടിരുന്നതിൽ സ്റ്റാലിൻ കാണിച്ച പ്രതിബദ്ധത നിസ്സാരമല്ല. നാസി പടയാളികളെ എതിർത്തോൽപ്പിച്ചുകൊണ്ട് ജർമ്മനിയെ തോൽപ്പിക്കാൻ ഒരു പരിധിവരെ സഹായം ചെയ്ത സ്റ്റാലിനെ സ്മരിക്കും കൂടി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സ്റ്റാലിൻ രൂപം ഈ രീതിയിലേക്ക് വന്ന് എതിർക്കപ്പെടേണ്ടതാണ്. ഇവിടെ പിണറായി വിജയൻ്റെ അനുഭവ സമ്പത്ത് മറ്റുള്ളവരിലേക്ക് പകർത്തണം. ആ നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി, പോരാട്ടവീര്യം ഒന്നും നിസ്സാരമല്ല. അതവസരത്തിൽ ഞാൻ കഴിഞ്ഞാൽ പ്രളയമാണെന്നും എൻ്റെ മുന്നിൽ ആരും ഓച്ചാനിച്ച് നിൽക്കണമെന്നും പറയുന്ന പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല, നാട്ടുകാരും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം റിപ്പോർട്ട്. അതുപോലെ സ്വർണ്ണക്കൊള്ള ആരാണ്? സ്വർണ്ണക്കൊള്ള ഇന്നിപ്പോൾ സസ്പെൻഡ് ചെയ്താൽ പത്മന അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞാൽ വലിയ ഇതുവരെ ആരോപണം കേട്ടേക്കാത്ത ആളുകളാണ്. അപ്പോൾ അദ്ദേഹം ആത്മകഥ എഴുതുമ്പോൾ പറയും പാർട്ടിയാണ് കുറ്റക്കാരെന്ന് പറയും. ഇത് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ അമ്പലങ്ങളിൽ ഇതിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഇത് കട്ടുമുടിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ്. അതിനെ നോക്കാനാണ് മന്ത്രിമാരൊക്കെ വേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിന് അപ്പോൾ തന്നെ ശിക്ഷ നടപടിനെ കുറച്ച് ഉണ്ടായിന്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല താൻ. ഇനി അതിൻ്റെ ഇപ്പോൾ ഇവരൊക്കെ കോൺഗ്രസിൻ്റെ എല്ലാവരും ബന്ധപ്പെട്ട ആളുകളാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട പരോക്ഷമായിട്ട് ബന്ധമുള്ള ആളുകളല്ല. ഇത് തേച്ചു മായ്ക്കാനാണോ ഈ VD സതീശൻ ഈ വക്കീലിനെ സ്പെഷ്യൽ കോർട്ട് പ്രോസിക്യൂട്ടർ ആക്കിയ എന്നുള്ള ചോദ്യം നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. വസ്തുത പറയാൻ സാധിക്കില്ല. എല്ലാ കുതന്ത്രങ്ങളുടെയും ലോകമാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഏത് തരത്തിലുള്ള ഡീലാണ് നടപ്പാക്കിയിട്ടുള്ളതെന്ന്.
അതുകൊണ്ട് എനിക്ക് CPM-ൻ്റെ അണികളോടാണ് പറയാനുള്ളത്, നിങ്ങൾ രക്തസാക്ഷികൾ മരിക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ വാരിയടിക്കണേ നിർത്തിയില്ല, മറിച്ചാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റണം. അതിന് നല്ലൊരു വാസ്തവത്തിൽ അണികൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ഇലക്ഷൻ വ്യവസ്ഥ. പക്ഷേ അത് ശത്രുക്കൾക്ക് ബലമുണ്ടാക്കി കൊടുക്കാനാവരുത്. നാട്ടിൽ കൊച്ചു പരിപാടികളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന RS-കാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഗിമിക്ക് കാണിച്ച് പാർട്ടി രക്ഷപ്പെടുത്താൻ നോക്കരുത്. ഭയപ്പെടുത്തി കഴിഞ്ഞാൽ പേടിക്കുന്നവരായരുത് രക്തസാക്ഷികളുടെ പിൻതലമുറക്കാർ. നോക്കി G. സുധാകരൻ, അദ്ദേഹം രക്തസാക്ഷി കുടുംബത്തിൽ ഒന്നൊരാൾ പോകുന്നത് നമുക്കാണ് മോശം. അദ്ദേഹം പറയുന്നത് വിടുവായത്തും മറ്റൊരു കാര്യമാണ്. പക്ഷേ G. സുധാകരനെ പിടിച്ചു നിർത്തേണ്ടത് അത് നമ്മുടെ ആശയമണ്ഡലത്തിൽ അല്ല സൗഹാർദ്ദത്തിൽ നമ്മുടെ വ്യക്തി സൗഹാർദ്ദത്തിൽ വീഴ്ച വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ പഴയ ആളുകൾക്കൊക്കെ നിസ്സാരന്മാരാണ്, ഞങ്ങൾ പുതിയ ആൾക്കുള്ള ഞങ്ങളുടെ പാർട്ടിയിലുള്ളിൽ ഞങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷമുണ്ട്, എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇവരൊക്കെ എഴുതു കഴിഞ്ഞവരല്ലോ യാതൊരു അവരുടെ അനുഭവ സമ്പത്തിന് യാതൊരു വരില്ല, അവർ ത്യാഗസ്മരണയ്ക്ക് യാതൊരു വരില്ല എന്ന് കരുതിയാൽ അല്ല, അവർക്കും ചില പണികൾ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തീർക്കുകയാണ്. ഇപ്പോൾ TK ഗോവിന്ദൻ, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ, G. സുധാകരൻ, അങ്ങനെ ഒട്ടേറെ ആളുകളുടെ ഇനിയും നിലനിൽക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെ പിണറായി വിജയനോട് എതിർത്താൽ ഇതെല്ലാം ഉണ്ടാവും. ഇതിനേക്കാൾ അപ്പുറമായി CPM-നെ 10 കഷ്ണാക്കാൻ അദ്ദേഹം ശ്രമം നടത്തും. അദ്ദേഹത്തിനെ ആരും ആ തരത്തിലേക്ക് ആക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും ചോദ്യവും വിമർശനങ്ങളും ശക്തമായിട്ട് വന്നാൽ അദ്ദേഹം വേറെ രൂപം തന്നെ എടുക്കും. ഒരു പാർട്ടിക്കാരൻ അല്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യും, യാതൊരു സംശയവും വേണ്ട. G. സുധാകരൻ ഒരു ഉള്ളിൽ കുഞ്ഞികൃഷ്ണൻ്റെയും ഒക്കെ TK ഗോവിന്ദൻ്റെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും പ്രസ്ഥാനത്തോട് സ്നേഹമുണ്ട്. അതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് ഞാനൊരു ലഞ്ചിയിൽ ഒക്കെ ഞാൻ പറഞ്ഞു, സുരേഷിനൊക്കെ അവരൊരിക്കലും പാർട്ടി വിരുദ്ധരല്ല, അവരെല്ലാം ചേർത്ത് പിടിക്കാനാണ് അവർ സാഹചര്യം. നേരത്തെ എത്ര പ്രാവശ്യം കൂട്ടിലൊരു ഈ ബാങ്കിലുണ്ടാകുന്ന കള്ളത്തരത്തെക്കുറിച്ച് അവിടുത്തെ ആളുകൾ സംസാരിച്ചു, പാർട്ടിക്കാർ സംസാരിച്ചു, പറഞ്ഞവരല്ലേ പുറത്താക്കി. ആ പറഞ്ഞതിന് നടപ്പാക്കാൻ പറ്റില്ല. അതിൻ്റെ രോഷം കൊണ്ട് അവർ ഇവർക്കെതിരായിട്ട് ഇലക്ഷനിൽ നിന്നുള്ളൂ. അതിൻ്റെ പേരിൽ അവർ ശത്രുവായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഇനിയും തിരിച്ചറിയണം. അവരെല്ലാം ഒന്നിപ്പിച്ചിട്ട് ആത്മാൽ സമൂഹത്തിന് ഗുണം ചെയ്യുള്ളൂ. എന്തായാലും ഞാൻ നിർത്തുകയാണ്. നോക്കൂ, ഈ ഫുട്ബോൾ ജ്വരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫുട്ബോൾ 2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധിക്ക് തോന്നിയത്. ഒന്ന്, നമ്മുടെ ചെറിയൊരു ഒരു കുറുസോവ 144 കിലോമീറ്റർ 1,56,000 ജനങ്ങളുള്ള സ്ഥലത്ത് അവർ യോഗ്യത നേടി, അവർ ലോകകപ്പ് കളിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷം അവരുടെ ചിരി മുഖത്ത് കാണും. അപ്പോൾ ഏതൊരു ചെറിയ സമൂഹത്തിനും 1.5 ലക്ഷം ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഏതോ ചെറിയ ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത സ്ഥലത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ചെറിയ നാട്ടുപ്രദേശത്ത് നമ്മൾ ശ്രമിച്ചാൽ ഈ ഫ്ലെക്സുകൾ വലുത് കട്ടൗട്ടറുകൾ വെക്കുന്ന അതിനേക്കാൾ അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബൂട്ടും അതുപോലും മേടിച്ചു കൊടുത്താൽ, അവർക്ക് കായികക്ഷമത കൂട്ടിയാൽ, അവർക്ക് ആരോഗ്യം കൊടുത്താൽ, അവർക്ക് പരിശീലനത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ, മാനെയെപ്പോലെ സെനഗലിൻ്റെ മനയെപ്പോലെ, അതുപോലെ തന്നെ എംബാപ്പിയെ പോലെ, അല്ലെങ്കിൽ ഒട്ടേറെ സലാഹെ പോലെയുള്ള ആളുകൾ ഒട്ടേറെ ഉയർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊന്നത് കേപ്പ് വെറുതെ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഇന്ന് ഈ പ്രാവശ്യം ആദ്യമായിട്ട് വന്നതാണ്. ഒരു 6 ലക്ഷം പേരേ ഉള്ളൂ അവിടെ നിന്ന് ഈ പ്രാവശ്യം വന്ന് ആ ടീം സ്പെയിനെതിരായിട്ട് സ്പെയിൻ കിടുകിട ഉറപ്പിക്കുന്ന ഉഗ്രൻ ടീമാണ്. ആ ടീമിനെ സമനിലയിൽ നിർത്താൻ കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ, ഈ ചങ്കൂറ്റം അതിലുള്ള 41 വയസ്സുകാരനായിട്ടുള്ള ഗോളി പലതരത്തിൽ അദ്ദേഹത്തെ പേര് പറയുന്നുണ്ട്. ചിലർ ബെനിഞ്ഞോ എന്ന് പറയുന്നുണ്ട്, വെനിസിന്യ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഗോൾ തടഞ്ഞു നിർത്താൻ കാണിച്ച ആ ധീരതയും ആ അർപ്പണബോധം ഉണ്ടല്ലോ, ഇത് നമുക്കൊക്കെ പഠിക്കാവുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. വലിയ ലോകമാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഇതുവരെ യോഗ്യത എത്താൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിനും 3.5 കോടിയുള്ള ആൾക്ക് സാധിക്കുന്നില്ല. നമ്മുടെ പലരും മലയാളികളും ഇന്ത്യക്കാരും വിവിധ ദേശങ്ങളിൽ ഈ അതാത് രാജ്യത്തിനു വേണ്ടി കളിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമായാലും ബാക്കി ഏത് പ്രവർത്തനമായാലും നമുക്ക് ചെയ്യാതെ നാട്ടിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു കുട്ടിക്ക് നല്ല പന്ത് കളിക്കും. ഞാനൊക്കെ ഇത് പ്രവർത്തിച്ച് ഒരാൾ നിലയ്ക്ക് ഒരു നല്ല കുട്ടി കളിക്കുന്നുണ്ടെങ്കിൽ അവന് ബൂട്ട്സ് എടുക്കാൻ നമുക്ക് പറ്റില്ലേ? നമ്മളെത്ര കുടിച്ച് കാശ് കളയുന്നു, നമ്മൾ കല്യാണത്തിന് എത്ര കാശ് ചിലവാക്കുന്നു, അല്ലെങ്കിൽ ആഡംബരത്തിന് കാശ് കളയുന്നു. അവനൊരു 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ ഒരു ബൂട്ട് മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ? അവന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആർച്ചറിയിൽ 2nd റാങ്ക് 3rd റാങ്ക് കിട്ടിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി പെൺകുട്ടിയാണ്. അവളൊരു ബിയാട്രീസ് ജോയ്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവർക്ക് 2 ലക്ഷം രൂപ വേണം ആ അമ്പ് വില്ല് വാങ്ങിക്കാൻ. അവർ വീട്ടിൽ
പക്ഷെ അവൻ തേടിയെടുത്തു. ഞാൻ കുട്ടി നാഷണൽ ലെവലിൽ പൈസ സമ്മാനം മേടിച്ചപ്പോൾ ഞങ്ങൾ ബാൻഡ് സെറ്റുമായി ചിറയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് സാധിക്കും. എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ പൈസ കൊടുത്തിട്ട് പല സൊസൈറ്റിയിൽ നിന്ന് കാശ് എടുത്തിട്ട് ബൂട്ടും ഫുട്ബോളും മേടിച്ചൊരു കാലമുണ്ട്. എൻ്റെ ശരത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ, നല്ലൊരു പയ്യനായിരുന്നു, സംസ്ഥാന ലെവലിൽ ഗോളടിച്ച പയ്യനാണ്. പക്ഷെ അവൻ്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവൻ തലതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അവനെ കൂട്ടിച്ചേർക്കാൻ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ ഞാൻ വിമർശിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. എന്തായാലും നമുക്കെല്ലാവർക്കും കൂടി ശ്രമം നടത്തിയാൽ ഈ കുറുസ്വാമിയെ പോലെ ചെറിയ രാജ്യത്ത്, ചെറിയ മാനവശേഷിയുള്ള സ്ഥലത്ത് ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് ഗോളടിക്കാൻ സാധിക്കും, ഔന്നത്യങ്ങളിലെത്താം, പ്രതിരോധം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റേ കേപ്പ് വെർദെ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് എത്ര വമ്പനാണെന്ന് പേടിക്കാതെ മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് 41കാരൻ്റെ വീര്യത്തോടുകൂടി ഗോൾ സമനില നിർത്താനും അധിനിവേശത്തെ എതിർക്കാനും കഴിയുമെന്നുള്ള ആ വിശ്വാസം ആർജിച്ചുകൊണ്ട് നമ്മുടെ ലോകം നമുക്ക് സുന്ദരമാകട്ടെ. നമുക്ക് വൈലോപ്പള്ളിയുടെ പലപ്പോഴും ഞാൻ പറഞ്ഞാണ്, മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.